മരണം എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വരും. എനിക്കും ഒരു ദിവസമുണ്ട്, പക്ഷെ എന്നാണെന്നറിയില്ല. എന്തിന്, ഇന്ന് പോലും ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ അത് ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. അത് വരുമ്പോൾ ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഈ തണുപ്പിനും മഞ്ഞിനും ഇടയിലാണ് ഞാൻ എൻ്റെ ദേവതയെ ആദ്യമായി കണ്ടത്. അവളുടെ ആ സൗന്ദര്യത്തിൽ ഞാൻ പൂർണ്ണമായും അവളുടെ അടിമയായി മാറി. ആ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് പ്രണയത്തിൻ്റെ മധുരമാണ്. അത് കണ്ടതും ഞാൻ വലിയൊരു സ്വപ്നത്തിൻ്റെ താഴ്വരയിലേക്ക് വീണു. അശ്വിനി, എന്നെ വിട്ടിട്ട് പോയ എൻ്റെ ഹൃദയത്തിൻ്റെ ദേവത. ഞാൻ അവളെ ആദ്യമായി കാണുന്നത് മണാലിയിൽ വെച്ചാണ്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയാറില്ലേ, അത് തന്നെ. അവളെ കണ്ട നിമിഷം തന്നെ എനിക്ക് എന്തോ ഒരു ഫീലായിരുന്നു. എല്ലാവരെ പോലെ തന്നെ ഞാനും പ്രണയത്തിലേക്ക് വീണു. ന്യൂട്ടൻ, യു നോ വൺ തിങ്, എനിക്ക് വലിയൊരു സ്വപ്നമുണ്ട്. എനിക്ക് റോക്കറ്റില് ആകാശത്തില് പറന്ന് നടക്കണം. അതായത് ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുന്ന പോലെ. നോക്ക്, എനിക്ക് എൻ്റെതായ ഒരു ജീവിതമുണ്ട്. എനിക്ക് എൻ്റെതായ ഒരുപാട് സ്വപ്നങ്ങളും ഉണ്ട്. വെറും ഒരു പ്രണയത്തിന്റെ പേരിൽ ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ ത്യാഗം ചെയ്യണം? നീ വലിയ ലണ്ടൻ റാണിയാണല്ലോ. നിന്റെ അച്ഛനാണെങ്കിൽ അവിടുത്തെ ഷെയ്ക്കും. അതിൻ്റെ ഇടയിൽ ഞാൻ വന്ന് നിനക്ക് സർപ്രൈസ് ഉണ്ടാക്കണം? ഒന്ന് പോടി. വേഗം ചത്ത് തൊലയേ. ഒരു നാൾ നിന്റെ ജീവിതത്തിലും ഒരു ഘട്ടം വരും. അന്ന് നിന്റെ മരണം പോലും ജനങ്ങൾ ആഘോഷിക്കും.